ഇനി മുതൽ ഇനി മുത്തല്ല, രാജ എന്ന് പറയണ പോലെ ഇനി മുതൽ മൈസൂർ പാക്കല്ല, മൈസൂർ ശ്രീയാണ്. അങ്ങനെ നമ്മുടെ മൈസൂർ പാക്ക് ആരാധകർക്ക് സന്തോഷം ഉണർന്നു തരുന്ന ഒരു സംഭവമാണ് അരങ്ങേറിയിട്ടുള്ളത്. മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ മൈസൂറിൻ്റെ കൂടെ പാക്കാരാണ്? നമ്മുടെ ശത്രുക്കൾ, പാകിസ്ഥാൻ. പാക്ക്. അതുകൊണ്ട് തന്നെ മൈസൂർ പാക്കിൽ നിന്നും പാക്കിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നീ രാജയല്ല, ഇനി മുതൽ നീ മുത്തല്ല, രാജ എന്ന് പറയണ പോലെ ഇനി മുതൽ മൈസൂർ പാക്കല്ല, മൈസൂർ ശ്രീയാണ്. അങ്ങനെ തീവ്രവാദിയായിരുന്ന മൈസൂർ പാക്കിനെ നമ്മൾ മൈസൂർ ശ്രീ ആക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഈ മൈസൂർ പാക്ക് ആരാധകരുടെ കടുത്ത വിജയം എന്ന് വേണം പറയാൻ. കാരണം മൈസൂർ പാക്ക് ഇത്രയും നാളൊരു തീവ്രവാദി ഫുഡാണെങ്കിൽ ഇനി മുതൽ അതൊരു ദിവ്യ തേജസ്സുള്ള ഒരു ആഹാരമായി മാറിക്കഴിഞ്ഞു. മൈസൂർ സ്ത്രീ ഇതിന് സ്ത്രീ എന്നിട്ടാണ് ആലോചിക്കണം. നമ്മുടെ പുരോഗമനവാദികളില്ലേ ഇതിനെതിരെ സംസാരിക്കാൻ? അതെന്തോ മൈസൂർ പുരുഷനായ നോ, അനുവദിച്ച് തരില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. പാക്ക് എന്ന് അതിൻ്റെ ബാക്കിൽ വന്നതുകൊണ്ട് മാത്രം മൈസൂർ പാക്ക് ഒരു പാക്കാവുന്നില്ല, അതൊരു സ്വീറ്റാണ്. അതിവിടെ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ശരി, പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. എന്നാലും മൈസൂർ പാക്കിൻ്റെയൊക്കെ പേര് മാറ്റാൻ കാണിച്ച ആ ഒരു മനസ്സ് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മളെ ഇനി പറങ്കിമാവിൽ കാണിക്കണം പാക്കുണ്ട്, അപ്പോൾ ഇനി പറങ്കിമാവ് ഇവിടെ നിരോധിക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. എന്തെങ്കിലും ആവട്ടെ, ശരി, അതൊരു തമാശ രൂപേണ എടുക്കാം. മൈസൂർ പാക്ക് വേണ്ട, നമ്മളെന്തിനാണ് പാക്ക് എന്ന് പറയണത്? അതുകൊണ്ട് മൈസൂർ ശ്രീ. പക്ഷെ മൈസൂർ ശ്രീ വായിൽ വരണില്ല, അതല്ലേ മൈസൂർ ശ്രീ. ചേട്ടാ ഒരു മൈസൂർ ശ്രീ, അതിന് വേണ്ടി ഇനി നാക്ക് മേടിക്കേണ്ടി വരും. ചേട്ടാ ഒരു മൈസൂർ ശ്രീ ചുരുക്കിയല്ലോ ഇടാൻ പറ്റുമോ? മൈസൂർ പാക്ക്, മൈസൂർ ശ്രീ പാടി ചേട്ടാ മഞ്ഞ സാധനം, അങ്ങനെ പറയണായിരിക്കും ഇനി നല്ലത്. ഇത് ഏത് യൂണിവേഴ്സ്?